ഇപ്പോഴും ഈ പൊതുദർശനത്തിന്റെ ചടങ്ങുകൾ ഇപ്പോഴും, അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കാണാനുള്ള ആളുകൾ ഇപ്പോഴും ഒഴുകി എത്തുന്ന ഒരു സാഹചര്യമാണ്. പരമാവധി ആളുകളെ വേഗത്തിൽ പൊതുദർശനം നടത്താൻ ഈ വോളണ്ടിയർമാർ നന്നേ പാടുപെടുന്നുണ്ട്. ഓരോ വോളണ്ടിയർമാരും പല സംഘടനകളുടെ ഒരു നാട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. അത്രയേറെ വൈകാരികമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഓരോ വോളണ്ടിയർമാരും ഓരോ നാട്ടുകാരും അവർ നേരിട്ട് ഇറങ്ങി വരികയാണ്. അവർ നേരിട്ട് വന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഏതായാലും പരമാവധി ആളുകളെ കാണിച്ചതിന് ശേഷം തന്നെയായിരിക്കും ഇപ്പോൾ മൃതദേഹങ്ങൾ അവരവരുടെ നാടുകളിലേക്ക്, അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുക. അതിനുള്ള ഒരു സംവിധാനങ്ങൾ, ആംബുലൻസുകളെല്ലാം തന്നെ ഇവിടെ റെഡിയാണ്. ആ ആംബുലൻസുകളിലുള്ള ഫ്രീസറിൽ തന്നെയാണ് മൃതദേഹങ്ങൾ വച്ചിട്ടുള്ളത്. ആ മൃതദേഹങ്ങൾ അതുപോലെ തന്നെ ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ, പൊതുദർശനം കഴിഞ്ഞാൽ നേരെ അതേ ആംബുലൻസുകളിലേക്ക് വെച്ച് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. ഇതിൽ 2 ടീച്ചർമാർ ഒഴികെ ബാക്കി എല്ലാവരും തൊട്ടടുത്ത് ഉള്ളവരാണ്. കിലോമീറ്ററുകൾ ചുറ്റളവിൽ മാത്രമുള്ളവരാണ്. വ്യത്യസ്ത മഹല്ലുകൾ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ തന്നെ പരസ്പരം കാണുന്നവരാണ്. ഒരേ നാട്ടുകാരെന്ന് പറയുന്ന പോലെ ഉള്ളവരാണ്. അത്രയേറെ അടുപ്പം ഉള്ളവരാണ്. അപ്പോൾ അവരെല്ലാം തന്നെ ഒരേ നാട്ടുകാരായതുകൊണ്ട് അതിൻ്റെ ഒരു ദുഃഖം അത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഇപ്പം വ്യത്യസ്ത മഹല്ലുകളിലാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 2 ടീച്ചർമാരുടേത്, ഒരു ടീച്ചറുടേത് വീട്ടുവളപ്പിൽ നടക്കും. അതിൽ അബ്ദുൽ മജീദ് അവിടുത്തെ അധ്യാപകനാണ്. അദ്ദേഹം കാഴ്ചപരിമിതിയുള്ള അധ്യാപകൻ കൂടിയായിരുന്നു. പക്ഷേ മക്കളെല്ലാം അത്രയേറെ ഇഷ്ടപ്പെടുന്ന, മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ശ്രമിക്കുന്ന അത്രയേറെ പ്രിയപ്പെട്ട ഒരു മാഷായിരുന്നു എന്നാണ് നാട്ടുകാർ, സ്കൂൾ അധികൃതർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അബ്ദുൽ മജീദ് മാഷിന്റെ ഭാര്യ റുക്കിയ ഉണ്ട്. അവരെ പാങ് മാട്ടാത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടക്കുക. അതോടൊപ്പം തന്നെ ഇവരുടെ സ്കൂളിലെ റംല ടീച്ചറെയും ഷക്കീല ടീച്ചർ തൊട്ടപ്പുറത്തുള്ള UP സ്കൂളിലെ ടീച്ചറാണ്. ഇവർ ഇങ്ങനെ ടൂർ പോകുന്നത് അറിഞ്ഞ് ഇവരുടെ സുഹൃത്തുക്കളായതുകൊണ്ട് ഈ ടൂറിന്റെ ഭാഗമായതാണ് ഷക്കീല ടീച്ചർ. അതോടൊപ്പം തന്നെ റംല അവിടുത്തെ അധ്യാപികയാണ്. സാജിദ അവിടുത്തെ പാചക തൊഴിലാളിയാണ്. ആ സാജിദയുടെയും റംലയുടെയും ഷക്കീലയുടെയും മൃതദേഹം അവർ ഒരേ നാട്ടുകാരാണ്, ഒരേ പ്രദേശത്തുകാരാണ്. അവരുടെ മൃതദേഹം പാങ് വലിയ ജുമാ മസ്ജിദിലാണ് ഖബറടക്കുക. അജിത അവരുടെ അധ്യാപികയാണ്. അജിതയുടെ മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്താണ് സംസ്കാരം ചടങ്ങുകൾ നടക്കുക. ആശ എന്ന ടീച്ചറുടെ മൃതദേഹം അവരുടെ കൊളത്തൂരിലുള്ള തറവാട്ട് വീട്ടിലാണ് സംസ്കരിക്കുക. അതോടൊപ്പം തന്നെ സുഹറ ടീച്ചറുടെ മകൻ ഹാഷിമും അവരുടെ മൃതദേഹങ്ങൾ ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിലാണ് ഖബറടക്കുക. അപ്പോൾ ഇവരൊക്കെ തന്നെ ഒരു ചുറ്റളവിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഉള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരേ നാട്ടുകാരായിട്ടുള്ളവർ, ഒരേ സ്കൂളിൽ കൂടെ ജോലി ചെയ്തവർ, അങ്ങനെ സന്തോഷം പകരാനായി ഉള്ള യാത്രയായിരുന്നു. പക്ഷേ അത് കണ്ണീരിൽ കുതിർന്ന യാത്രയായി അവസാനം സംഭവിച്ചു. അത് ഏറ്റവും വേദനാജനകമായ വലിയ ദുരന്തമായി ഈ നാടിനുമേൽ, ആ സ്കൂളിന്മേൽ പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഉള്ള ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. അതായത് ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപ്രതീക്ഷിത ദുരന്തത്തെ ഏറ്റുവാങ്ങിയതിൻ്റെ ഒരു ദുരന്തം ഏറ്റുവാങ്ങിയതിൽ പകച്ചു നിൽക്കുകയാണ് ഈ നാടും ഈ നാട്ടുകാരും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാത്ത, എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ദുരന്തമാണിത്. ഇതിൽ അവർ നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് അവർ സ്റ്റാഫ് എല്ലാവരും ചേർന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. എല്ലാ കൊല്ലവും നമ്മൾ ഇത്തരത്തിൽ ഒരു ടൂർ പോകുന്നതാണ്. ഇത്തവണ നമുക്ക് പോകണം. അത് ഇങ്ങനെ അതിരപ്പള്ളി, മടക്കപ്പാറ, വാൽപ്പാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും പദ്ധതിയുടെ ഭാഗമാകുന്നു. പക്ഷേ 3 പേർ മാത്രം, 3 അധ്യാപകരും ഒരു പിയൂണും, പല കാരണങ്ങളാണ്. അത് നെസ്ന ടീച്ചർ ഇവിടുത്തെ സ്ഥിരമായിട്ടുള്ള സ്ഥിരാധ്യാപികയിൽ ഒരാളാണ്. അവർ 30-ാം തീയതി ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർ യാത്രയിൽ നിന്ന് പിന്തിരിയുന്നു. മറ്റു 2 താൽക്കാലിക അധ്യാപകരും അവസാന നിമിഷം പല കാരണങ്ങളാൽ അവർ പിന്തിരിയുന്നു. അവിടുത്തെ പിയൂണ് അദ്ദേഹം
കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മക്കളൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ദൂരയാത്ര ഇപ്പോൾ പോകണ്ട എന്നുള്ള ഒരു കാര്യം പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ പുറത്തുനിന്ന് ഇവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹവും ഇതിൽ നിന്ന് പിഞ്ച്. അങ്ങനെ 4 പേരാണ് ഈ സ്കൂളിലെ പ്രിയപ്പെട്ടവരിൽ 4 പേരാണ് യാത്രയിൽ പോകാതിരുന്നത്. ആ 4 പേരാണ് ഇപ്പോൾ ഇവരെ ഇനി സ്വീകരിക്കാനുള്ളത്. ആ 4 പേരും സ്കൂളിലെ ആ 4 പേർ മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയായിരിക്കുന്നത്. അധ്യാപകർ അവർ പല കാരണങ്ങളാൽ പോകാൻ കഴിയാതിരുന്നവരാണ്. ഈ ദുരന്ത വാർത്ത കേട്ട് അതിൻ്റെ ഒരു ഞെട്ടൽ മാത്രമല്ല, അവരൊക്കെ വേർപെട്ടു പോയി എന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ, ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ തങ്ങളും കൂടി ആ യാത്രയുടെ ഭാഗമാകേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന ആളുകൾ കൂടിയുണ്ട്. അവർക്കിടയിലേക്കാണ് ഇപ്പോൾ ഈ അധ്യാപകരുടെ ചേതനയേറ്റ ശരീരം കൂടി എത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള ഓർമ്മകളാണ്. ഒരുപാട് വർഷമായി ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഓരോ ദിവസവും അവരുടെ അധ്യാപക സമയത്തിനിടയിലാണെങ്കിലും അവരുടെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്തിനിടയിലാണെങ്കിലും എപ്പോഴും ഒരുമിച്ചിരിക്കുന്ന അധ്യാപകരാണ്. അവർക്കിടയിലേക്ക് ജീവനില്ലാതെ വന്നു കയറിയ ഇവരെ അത് എങ്ങനെയാണ് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളേണ്ടതെന്നറിയാതെ ഞെട്ടിത്തരിച്ചു പോയ ആളുകളെ കൂടെ കാണുകയാണ്. അവരുടെ പലരും പല മുഖങ്ങളിലും ചില ആളുകളിലൊക്കെ നിസ്സഹായ അവസ്ഥയാണ്. ചില ആളുകളിൽ അങ്ങേയറ്റമുള്ള ഹൃദയവേദന ഉളവാക്കുന്ന സങ്കടമാണ്. അതിനപ്പുറത്തേക്ക് വിങ്ങിപ്പൊട്ടി കരയുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് മുഖങ്ങളിൽ പലതരത്തിലുള്ള വിചാരങ്ങളൊക്കെ മിന്നിമറിയുന്നത് ഈ നിമിഷം കാണാം. അങ്ങേയറ്റം വൈകാരികമായ നിമിഷമാണ്. അവർക്ക് യാത്ര പറയേണ്ട സമയമാണ്. ഇനി ഒരിക്കലും ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാഷി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ സ്കൂളിലേക്ക് വരില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണാൻ കുട്ടികൾക്ക് ഇനി ഒരിക്കലും സാധിക്കില്ല. അതൊക്കെ ആ കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാക്കുന്ന വേദന, അത് അത്യധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ്.